സുഹൃത്തുക്കളെ, ചില ആളുകളുടെ കാശിൻ്റെ ആക്രാന്തം കൊണ്ട് എത്ര കുട്ടികൾ മരിച്ചെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഞാനിതൊരു പേജിൽ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ വാർത്ത സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്. ജെമിനി എന്താ പറയുന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക. അതെ, ഈ വാർത്ത സത്യമാണ്. യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പരീക്ഷാ വിവാദങ്ങൾക്കും പരീക്ഷ റദ്ദാക്കലിനും പിന്നാലെ വിദ്യാർത്ഥികൾ നേരിടുന്ന കടുത്ത മാനസിക സമ്മർദ്ദം മൂലം രാജ്യത്ത് ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്രധാന വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. 37 ദിവസത്തിനിടെ 12 വിദ്യാർത്ഥികൾ മെയ് മാസത്തിൽ നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിനും തുടർന്ന് പ്രഖ്യാപിച്ച പുനഃപരീക്ഷയ്ക്കും ഇടയിലുള്ള ഏകദേശം 37 ദിവസത്തെ കാലയളവിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ 12ലധികം നീറ്റ് വിദ്യാർത്ഥികൾ കടുത്ത മാനസിക വിഷമം മൂലം ജീവിതം അവസാനിപ്പിച്ചതായി പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലെ സംഭവം. അടുത്തിടെ ഡൽഹിയിലെ പട്ടേൽ നഗറിലും പാലം പ്രദേശത്തും നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരുന്ന വിദ്യാർത്ഥിനികൾ പരീക്ഷാ സമയ മാധ്യമങ്ങളും പോലീസും പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം നീറ്റോർ പരീക്ഷാ വിവാദങ്ങളെയും പരീക്ഷ റദ്ദാക്കലിനെയും തുടർന്നുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ജീവനൊടുക്കിയ ചില വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ താഴെ നൽകുന്നു. കുട്ടികളുടെ പ്രായവും നിയമപരമായ കാരണങ്ങളും കണക്കിലെടുത്ത് എല്ലാ വിദ്യാർത്ഥികളുടെയും പൂർണ്ണമായ വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടാറില്ല. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരമുള്ള ചില വിവരങ്ങൾ. ഹരിഥാപ്പ, 24 വയസ്സ്, ഡെറാഡൂണിലെ പട്ടേൽ നഗറിലുള്ള ചന്ദ്രബാനി കോളനി വീട്ടിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വിരമിച്ച സൈനികന്റെ മകളായിരുന്നു. വർഷങ്ങളായി നീറ്റ് പരീക്ഷയ്ക്കായി കഠിനമായി തയ്യാറെടുക്കുകയായിരുന്നു. പരീക്ഷ എഴുതിക്കഴിഞ്ഞതിന് പിന്നാലെ ഉണ്ടായ അനിശ്ചിതത്വങ്ങളും പുനഃപരീക്ഷയുടെ സമ്മർദ്ദവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മുറിയിൽ നിന്നും സ്റ്റാർ അമ്മേ അച്ഛ ഐ ലവ് യു സ്റ്റാർ എന്നെഴുതിയ ചെറിയൊരു ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിരുന്നു. ഡൽഹിയിൽ താമസിച്ച് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയാണ്. ഡോക്ടറാകണമെന്ന വലിയ ആഗ്രഹത്തോടെ പഠിച്ചിരുന്ന ഇവർ പരീക്ഷാ വിവാദങ്ങൾക്കും പരീക്ഷ മാറ്റിവെക്കലുകൾക്കും പിന്നാലെയുണ്ടായ കടുത്ത മാനസിക അസ്വസ്ഥതകളെ തുടർന്നാണ് ഡൽഹിയിലെ താമസ സ്ഥലത്ത് ജീവനൊടുക്കിയത്. 17 കടുത്ത പരീക്ഷാ സമ്മർദ്ദത്തെ തുടർന്ന് ജീവനൊടുക്കിയ മറ്റൊരു വിദ്യാർത്ഥിയാണ് സിദ്ധ്. ഈ കുട്ടിയുടെ മരണത്തിന് പിന്നാലെ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ കുട്ടിയുടെ വീട് സന്ദർശിക്കുകയും വിദ്യാർത്ഥികൾ ഇത്തരം കടുത്ത തീരുമാനങ്ങൾ എടുക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഡൽഹി പാലം പ്രദേശത്തെ വിദ്യാർത്ഥിനി. സൗത്ത് വെസ്റ്റ് ഡൽഹിയിലെ പാലം പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു നീറ്റ് വിദ്യാർത്ഥിനിയും പരീക്ഷാ ഫലങ്ങളിലെയും പരീക്ഷാ നടത്തിപ്പിലെയും അനിശ്ചിതത്വം കാരണം ജീവനൊടുക്കി. മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയാത്തതിലുള്ള സങ്കടം വ്യക്തമാക്കുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലീസ് ഇവിടെ നിന്നും കണ്ടെടുത്തിരുന്നു. എങ്ങനെയാണ് മരിച്ചത്? റിപ്പോർട്ടുകൾ. ഈ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും തങ്ങളുടെ പഠനമുറികളിലോ ഹോസ്റ്റൽ മുറികളിലോ തൂങ്ങിമരിച്ച നിലയിലാണ് കണ്ടെത്തപ്പെട്ടത്. വർഷങ്ങളോളം കോച്ചിങ്ങിനായി ലക്ഷങ്ങൾ ചിലവഴിച്ച് പഠിച്ചിട്ടും പേപ്പർ ചോർച്ചയും പരീക്ഷ റദ്ദാക്കലും കാരണം തങ്ങളുടെ ഭാവി എന്താകുമെന്നറിയാത്ത കടുത്ത നിരാശയും മാനസിക സമ്മർദ്ദവുമാണ് എക്സാം സ്ട്രെസ് ആൻഡ് മെന്റൽ ആഗനി ഇവരെ ഇത്തരം കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് മാതാപിതാക്കളും പോലീസും സാക്ഷ്യപ്പെടുത്തുന്നു. തങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ട മാതാപിതാക്കളോടുള്ള ക്ഷമാപണങ്ങളാണ് പലരുടെയും ആത്മഹത്യാക്കുറിപ്പുകളിൽ ഉണ്ടായിരുന്നത്. ചില ആളുകളുടെ കാശിന്റെ ആക്രാന്തം കൊണ്ട് കുട്ടികൾ മരിക്കേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. നമ്മുടെ രാജ്യത്ത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണ്ടേ? പകരം ഇവിടെ നോക്കിവിടെ എന്താ നടക്കണമെന്ന്. അപ്പോൾ ഇതിനെതിരെ വന്നിട്ട് ഒരു പാറ്റാന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ അങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു? ഒരു തീവ്രവാദി ഗ്രൂപ്പുകളാക്കി മാറ്റുന്നു. ഇതൊക്കെ പുറത്ത് രാജ്യത്തിൻ്റെ ആൾക്കാരുടെ കളിയാണെന്ന് ആക്കുന്നു. അങ്ങനെ എന്തെല്ലാം ഇവർ പറഞ്ഞുണ്ടാക്കണം. നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ കാണണം. ഇത്രയും കുട്ടികൾ അതിക്രൂരമായിട്ട് മരിച്ചതിന് ഇവർക്കൊരു വിഷമവുമില്ല. ഈ തെറ്റ് ചെയ്ത ആ വ്യക്തിയെ ഈ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടില്ല. വലിയ രീതിയിലുള്ള ഒരു ശിക്ഷയൊന്നും കാണുന്നില്ല. ഈ വെട്ടിവെച്ച് കൊല്ലുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും കാണുന്നില്ല. എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്തത്. അവനൊക്കെ ഇപ്പോഴും ചിലപ്പോൾ ജാമ്യനൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ സുഖമായിട്ട് കടന്നുറങ്ങുന്നുണ്ടാവും. ഇവരെ സ്വത്ത് പിടിച്ചെടുത്ത് ഇവന്റെ വീട്ടൊക്കെ ഇടിച്ച് തള്ളേണ്ടത് അതിവിടെ നടന്നിട്ടുണ്ടോ? എത്ര കുട്ടികളാണ് മരിച്ചത്? എത്ര കുട്ടികളുടെ പ്രതീക്ഷയാണ്? അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ വന്ന് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തെറി വിളിക്കാൻ മാത്രമുള്ള ആൾക്കാരുണ്ടാവും. എന്ത് മനസാക്ഷിയില്ലാത്ത എന്തൊരു മനുഷ്യർ, എന്തൊരു ക്രൂരമായിട്ടുള്ള ചിന്തകളെന്ന് ആലോചിച്ച് നോക്ക്. രാഷ്ട്രീയം നോക്കിയിട്ട് നേതാക്കളെ നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ വിദ്യാഭ്യാസ മന്ത്രി സത്യം പറഞ്ഞാൽ ഇതിന് രാജ്യം 100% വെക്കണം. കോൺഗ്രസ്സുകാർ അതിന് മുന്നോട്ട് നിൽക്കാത്തത് കൊണ്ടാണ്. ഇത് നേരെ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, ഇന്ന് ഒരുപാട് മന്ത്രിമാർ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വളരെ കഷ്ടപ്പെട്ട്, വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഓരോ മാതാപിതാക്കൾ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നത്. അവസാന ഘട്ടം പുറക്ക് വെച്ച് കഷ്ടപ്പെട്ട് എഴുതി കഴിഞ്ഞിട്ട് അതൊരു തട്ടിപ്പാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് ആ പരീക്ഷ മാറ്റിവെക്കുന്നതോടുകൂടി ആ കുട്ടിക്ക് വീണ്ടും ഇനി ആ ഒരു പ്രഷർ താങ്ങാൻ വയ്ക്കൂല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാണ്. അതിവിടെ ഒരു പ്രശ്നമേ ഇല്ല. അതൊരു പ്രശ്നമല്ല.
ഇത്രയും കുട്ടികൾ മരിച്ച ഒരു പ്രശ്നമില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ചിന്തിക്കുന്നത്? നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം നമുക്ക് കാണാൻ പറ്റും. എന്നിട്ടും ഈ ഭരണാധികാരികളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെതിരെ ഒരു ശക്തമായിട്ടുള്ള ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും പ്രിയ സുഹൃത്തുക്കൾ, അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയാം, എനിക്ക് ഈ കുട്ടികളോട് ഇനി ആര് തന്നെ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ +2-ലോ അതുപോലെ തന്നെ ഡിഗ്രിയോ ഇനിയിപ്പോൾ എന്തെങ്കിലും കോഴ്സൊക്കെ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഈ ഒരു മണ്ടത്തരം ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് നിങ്ങൾ പഠിച്ച് ഉയരത്തിലെത്തുന്നതിനേക്കാളും വലുത് നിങ്ങളുടെ ജീവനാണ്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലും വീണ്ടും നമുക്ക് ചാൻസ് ഉണ്ടാക്കാം. നമ്മളെ പല രീതിയിലും തളർത്താൻ എല്ലാ രീതിയിലും എല്ലാവരും വരും. അതിൽ അതിജീവിച്ച് വേണം മുന്നോട്ട് പോകാൻ പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. എന്തായാലും ഈ മാതാപിതാക്കൾക്ക് എല്ലാ രീതിയിലും ഒരു സമാധാനം ഉണ്ടാകട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, കമൻറ്റിൽ പറയുക.